ഹലോ കൂട്ടുകാരെ, സ്റ്റാൻഡേർഡ് സിക്സ്ത്തിലെ അൺചേഞ്ചിങ് റിലേഷൻ ലെസൺ 8 ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. മയൂഗി ഹാസ് 100 rupees in her money box. She took 10 rupees from it and brought a pen. How much is left? ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കുകയാണ്. പിന്നീടുള്ള പാരഗ്രാഫ് വായിക്കില്ല. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ പറയുന്നത് മയൂഗിയുടെ കയ്യിൽ 100 rupees ഉണ്ട്. അതിൽ നിന്ന് പെൻ വാങ്ങാൻ വേണ്ടി അവള് 10 rupees ചെലവഴിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മയൂഖിയുടെ കയ്യിൽ എത്ര പൈസ ബാക്കിയുണ്ടാവും? ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ പ്രൈസ് എത്രയാണ് ഉള്ളത്? കയ്യിൽ 100 രൂപയാണ്. അതിൽ നിന്ന് സ്പെൻഡ് ചെയ്ത 10 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 90 രൂപ കിട്ടും. ഇനി മയൂഖി 20 രൂപയാണോ ചെലവഴിക്കുന്നത്? എന്താണ് ചെയ്യുക? അപ്പോൾ 10 രൂപ ചെയ്താൽ 90 ആണ് കിട്ടിയത്. വീണ്ടും 90ൽ നിന്ന് ഒരു 10 കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ 80 കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 100ൽ നിന്ന് മൈനസ് 20 ചെയ്യുക. കാരണം 100 രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്, 20 രൂപയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ എത്ര കിട്ടി? 80 rupees എന്ന് കിട്ടി. മയൂഖിയുടെ കയ്യിൽ ടോട്ടൽ ഉണ്ടായിരുന്നത് 100 രൂപയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അവളുടെ കയ്യിലുള്ളത് 75 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അവൾ എത്ര പൈസയായിരിക്കും ചെലവഴിച്ചിട്ടുണ്ടാവുക? അത് രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഫസ്റ്റത്തെ മെത്തേഡ് എന്താണ്? 100ൽ നിന്ന് 75 രൂപ കുറച്ച് നോക്കിയാൽ മതി. അടുത്ത എന്താണ്? 75 രൂപയാണ് കയ്യിലുള്ളത്, അതിൻ്റെ കൂടെ എത്ര കൂട്ടിക്കഴിഞ്ഞാൽ 100 കിട്ടുമെന്ന് നോക്കിയാൽ മതി. അല്ലേ? 100ൽ നിന്ന് 75 കുറച്ചാൽ കിട്ടുന്നത് 25 ആണ്. 75ൻ്റെ കൂടെ 25 കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണ്? 100 ആണ്. ഇപ്പോൾ നമ്മൾ ചെലവഴിച്ച പൈസയും കയ്യിലുള്ള പൈസയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ പൈസക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കയ്യിലുള്ള പൈസക്കും ചെലവഴിച്ച പൈസയ്ക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. സ്പെൻഡ് ചെയ്ത പൈസ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള പൈസയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്ര പൈസയാണോ ബാക്കി വന്നത് അത് കണ്ടെത്താൻ കഴിയും. സ്പെൻഡ് ചെയ്തത് 10 രൂപയാണെന്ന് കരുതുക, കയ്യിലുള്ളത് 100 രൂപയാണ്. അപ്പം 100ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ കയ്യിൽ ബാക്കിയുള്ള പൈസ എത്രയാണെന്ന് കിട്ടും. ഇനി അടുത്തത് പറയുന്നത് കയ്യിൽ ബാക്കിയുള്ള പൈസ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്ത പൈസ കിട്ടും. ശരിയല്ലേ? കയ്യിൽ ബാക്കിയുള്ളത് 75 രൂപയാണ്. നേരത്തെ ഇതെന്താണ്? സ്പെൻഡ് ചെയ്ത പൈസയാണ്. ഇതെന്താണ്? ബാക്കി വരുന്ന പൈസയാണ്. ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ബാക്കി വരുന്ന പൈസ കുറച്ച് കഴിഞ്ഞാൽ എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 25 രൂപയാണ് സ്പെൻഡ് ചെയ്തത്, 75 രൂപയാണ് കയ്യിൽ ബാക്കി വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്പെൻഡ് ചെയ്ത പൈസ 25 രൂപയാണ്, ബാക്കി കയ്യിലുള്ള പൈസ 75 രൂപയാണ്. അപ്പോൾ സ്പെൻഡ് ചെയ്ത പൈസയും കയ്യിൽ ബാക്കിയുള്ള പൈസയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ കയ്യിൽ ആദ്യം എത്ര പൈസയാണോ ഉണ്ടായിരുന്നത് അത് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 30 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ കയ്യിൽ എത്രയാകും? 70 രൂപയായിട്ട് മാറും. അപ്പോൾ ഇതിന് വേരിയേഷൻ സംഭവിക്കാം, പക്ഷേ ടോട്ടൽ എമൗണ്ട് ആയ 100ന് വേരിയേഷൻ സംഭവിക്കുന്നില്ല. ഇവിടെ ഒരു സ്ക്വയർ വരച്ചിരിക്കുന്നുണ്ട്. ആ സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണ്? 20 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പെരിമീറ്റർ കാണുന്നത് കുട്ടികൾക്ക് അറിയാമോ? 5ാം ക്ലാസ്സിലാണ് പഠിച്ചത്. പെരിമീറ്റർ കാണാൻ വേണ്ടി എല്ലാ വശങ്ങളുടെയും അളവുകൾ കൂട്ടി നോക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് 5 + 5 + 5 + 5. മറ്റൊരു മെത്തേഡ് എന്താണ്? 2 വശങ്ങളുടെ അളവുകൾ കൂട്ടുക. അതായത് 5 + 5, അതിനെ 2 കൊണ്ട് ഗുണിക്കുക. ഈ രണ്ട് രീതിയിലും പെരിമീറ്റർ കാണാൻ കഴിയും. 20 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നത്, ഇപ്പോൾ വരച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ ആണ്, അതിൻ്റെ പെരിമീറ്റർ 20 ആണ്. ഇനി ഇതിൻ്റെ സൈഡുകൾക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അങ്ങനെ റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ 20 കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ചെയ്യാൻ കഴിയും. ചെറിയ വ്യത്യാസം, അതായത് 1 സെന്റിമീറ്ററിന്റെ വ്യത്യാസം നമ്മൾ സൈഡുകൾക്ക് വരുത്തുകയാണ്. അതായത് ഒരു സൈഡിൽ 1 സെന്റിമീറ്റർ കൂട്ടുമ്പോൾ മറ്റൊരു ഭാഗത്ത് എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം എന്താണ്? എല്ലാ സൈഡുകൾക്കും 5 സെന്റിമീറ്റർ വീതമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള 5 സെന്റിമീറ്ററിന്റെ കൂടെ എന്ത് ചെയ്തു? 1 സെന്റിമീറ്റർ കൂട്ടി. അതിന് പകരം ഇവിടെ എന്ത് ചെയ്തു? 5 സെന്റിമീറ്ററിൽ നിന്ന് 1 സെന്റിമീറ്റർ കുറച്ചു. അങ്ങനെയാവുമ്പോൾ പെരിമീറ്ററിന് വ്യത്യാസം വരുന്നില്ല. ഇവിടെ നമ്മുടെ കയ്യിൽ 100 രൂപയാണ് ഉള്ളതെന്ന് കരുതുക. ഇവിടെ എത്രയാണ്? 200 രൂപയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഞാൻ 110 രൂപയാക്കി മാറ്റുകയാണ്. ഈ സൈഡിൽ എന്താണ്? 10 രൂപ കുറയ്ക്കുകയാണ്, 190 ആക്കുകയാണ്. അപ്പോൾ എന്താണ്? ഇതിൻ്റെ വാല്യൂവിൽ മാറ്റം വരുന്നുണ്ടോ? അതായത് ടോട്ടൽ തുകയിൽ മാറ്റം വരുന്നുണ്ടോ? ഇവിടെ 200 + 100 വരുന്നത് എന്താണ്? 300 ആണ്. ഇവിടെ 110 + 190 വരുന്നത് എന്താണ്? 300 ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ പെരിമീറ്റർ കണ്ടു നോക്കാം നമുക്ക്. അതായത് 2 സൈഡുകളുടെ തുക 6 + 4 × 2.
6 + 4 10, 10 × 2 20, 20 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള ഒരു റിലേഷനാണ്. എന്താണ് റിലേഷൻ വരുന്നത്? വിഡ്ത്ത് കൂടുമ്പോൾ എന്ത് ചെയ്യുക? ഹൈറ്റ് കുറയ്ക്കുക. ഹൈറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യുക? വിഡ്ത്ത് കുറയ്ക്കുക. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പെരിമീറ്ററിന് വ്യത്യാസം വരുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയുള്ള ഈ ചിത്രം നോക്കുക. ഓരോ സൈഡും 5 സെൻറ്റിമീറ്റർ വീതമാണ്. പെരിമീറ്റർ വരുന്നത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയുള്ള ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ കൂട്ടി 6 സെൻറ്റിമീറ്റർ ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? 1 സെൻറ്റിമീറ്റർ കുറച്ചു. 5ൽ നിന്ന് 1 കുറച്ചപ്പോൾ 4 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. അപ്പോഴെന്താണ്? പെരിമീറ്ററിന് മാറ്റം വരുത്തില്ല. ഇനി 1 സെൻറ്റിമീറ്റർ വേണമെന്നില്ല. ഇവിടെ 2 സെൻറ്റിമീറ്റർ കൂട്ടുകയാണ്. 7 സെൻറ്റിമീറ്റർ ആക്കി മാറ്റി. മറ്റൊരു സൈഡ് എന്താണ്? 5ൽ നിന്ന് 2 സെൻറ്റിമീറ്റർ കൊടുത്ത് 3 ആക്കി മാറ്റി. അതിൻ്റെ പെരിമീറ്ററിന് മാറ്റം വരുന്നില്ല. പെരിമീറ്റർ എന്താണ്? 20 സെൻറ്റിമീറ്റർ തന്നെയാണ്. പിന്നീട് മണി പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ എന്താണ്? സ്പെൻഡ് ചെയ്ത പൈസയും കയ്യിൽ ബാക്കിയുള്ള പൈസക്കും മാറ്റം വന്നേക്കാം. പക്ഷേ എന്താണ്? അതിൻ്റെ സമ്മായിട്ടുള്ള ടോട്ടൽ എമൗണ്ടിന് എന്താണ്? മാറ്റം വരുന്നില്ല. അതേപോലെ തന്നെയാണ് ഹൈറ്റിനും വിഡ്ത്തിനും മാറ്റം വന്നേക്കാം. പക്ഷേ എന്താണ്? അതിൻ്റെ സമ്മിന് മാറ്റം വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. മണി പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ എന്താണ്? സ്പെൻഡ് ചെയ്യുന്ന പൈസ 1 രൂപ കൂട്ടുക. കയ്യിലുള്ള ലെഫ്റ്റ് ആയിട്ടുള്ള പൈസ എന്ത് ചെയ്യേണ്ടി വരും? 1 പൈസ 1 രൂപ കുറയ്ക്കേണ്ടി വരും. ഇനിയിപ്പോൾ 5 രൂപ കൂടുതൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? 5 രൂപ കൂടുതൽ മൈനസ് ചെയ്യേണ്ടി വരും. ഇവിടെ നോക്കാം. ടോട്ടൽ എമൗണ്ട് വരുന്നത് എത്രയാണ്? 100 രൂപയാണ്. സ്പെൻഡ് ചെയ്യുന്നത് 25 രൂപയാണ്. അപ്പം ബാക്കി വരുന്നത് എത്രയാണ്? 75 രൂപയാണ്. ഇനി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ 1 രൂപ കൂട്ടി. 1 രൂപ കൂട്ടിയപ്പോഴെന്താണ്? ഇവിടെ 1 രൂപ കുറച്ചു. 75ൽ നിന്ന് 1 കുറച്ചു. 5 രൂപ കുറവ് സ്പെൻഡ് ചെയ്യുമ്പോൾ 20 സ്പെൻഡ് ചെയ്യുന്നത്. മുമ്പേ 25ആയിരുന്നു സ്പെൻഡ് ചെയ്തത്. 75ൻ്റെ കൂടെ ഒരു 5 കൂടെ കൂട്ടി 80 മാറി. ഇനി എന്താണ്? 25 സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഞാൻ 5 രൂപ കൂട്ടി 30 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? 75 രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് 5 കുറയ്ക്കേണ്ടി വരും. 70 രൂപയായിട്ട് മാറും. സ്പെൻഡ് ചെയ്ത പൈസയും കയ്യിൽ ബാക്കിയുള്ള പൈസക്കും വ്യത്യാസം വരുന്നുണ്ടെങ്കിലും ടോട്ടൽ എമൗണ്ടിന് എന്താണ്? മാറ്റം വരുന്നില്ല. പൈസയുടെ കാര്യത്തിലായാലും പെരിമീറ്ററിൻ്റെ കാര്യത്തിലായാലും ഇവിടെ സംഭവിക്കുന്ന മാറ്റം കുട്ടികൾ ശ്രദ്ധിക്കണം. ഒരു പെരിമീറ്റർ തുല്യമായിരിക്കാൻ വേണ്ടി ഇവിടെ ഹൈറ്റ് 1 കൂട്ടുമ്പോഴെന്താണ്? വിഡ്ത്തിൽ നിന്ന് 1 കുറയ്ക്കുന്നുണ്ട്. ആനുപാതികമായിട്ടാണ് മാറ്റം വരുന്നത്. ഇനി ഹൈറ്റിൻ്റെ കൂടെ 3 സെൻറ്റിമീറ്റർ ആണ് കൂട്ടുന്നതെങ്കിൽ വിഡ്ത്തിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? 3 സെൻറ്റിമീറ്റർ കുറയ്ക്കേണ്ടി വരും. ഇവിടെ ഹൈറ്റിൻ്റെ കൂടെ 1 സെൻറ്റിമീറ്റർ കൂട്ടി വിഡ്ത്തിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ആണ് കുറയ്ക്കുന്നതെങ്കിൽ പെരിമീറ്റർ സെയിം ആയിരിക്കില്ല. അത് എന്തായാലും മനസ്സിലാക്കണം. അടുത്ത ഒരു പ്രോബ്ലം നോക്കുക. ഇവിടെ ശ്രദ്ധിക്കുക. ഒരാൾ 128 രൂപ സ്പെൻഡ് ചെയ്യുകയാണ്. 99 രൂപ ബാക്കി വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം അയാളുടെ കയ്യിൽ എത്രയായിരിക്കും പൈസ ഉണ്ടായിരിക്കുക? അത് കാണാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്? 128ൻ്റെ കൂടെ 199 കൂട്ടേണ്ടി വരും. സ്പെൻഡ് ചെയ്ത പൈസയും കയ്യിൽ ബാക്കി വന്ന പൈസയും കൂട്ടിയാലാണ് ആദ്യം എത്രയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 128 + 99 ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു വ്യത്യാസം വരുത്തുകയാണ്. 128ൽ നിന്ന് 1 കുറയ്ക്കുകയാണ്. ഇവിടെ 1 കുറയ്ക്കുമ്പോൾ മറ്റൊരു സൈഡിൽ 1 കൂട്ടണം. അപ്പോൾ എന്താണ്? എഴുതാതെ തന്നെ ചെയ്യാൻ കഴിയും. 128ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 127 ആണ്. 99ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 100 കിട്ടി. 100 + 127 227. എത്ര പെട്ടെന്ന് കൂട്ടാൻ കഴിഞ്ഞു. മണി സ്പെൻഡ് 1 rupee ലെസ്. അതായത് 1 രൂപ കുറച്ച് ചെലവ് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ബാക്കി വരുന്ന രൂപ എന്തായിരിക്കും? 1 കൂടുതലായിരിക്കും. ഇവിടെ 127 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ മറ്റൊരു സൈഡിൽ എന്തായിട്ട് മാറി? 100 രൂപയായിട്ട് മാറി. മുൻപേ 128 + 99 ആയിരുന്നു. അതെങ്ങനെ മാറ്റി? 127 + 100 എന്നാക്കി മാറ്റി. അതായത് സ്പെൻഡ് ചെയ്യുന്ന പൈസ 1 കുറച്ചപ്പോൾ കയ്യിൽ ബാക്കി വരുന്ന പൈസ 1 കൂട്ടി. അങ്ങനെയാണ് 128 + 99 എന്താക്കി മാറ്റിയത്? 127 + 100 എന്നാക്കി മാറ്റി. അപ്പോൾ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതായത് ഇവിടെ പറയുന്നത് 2 സംഖ്യകൾ തമ്മിൽ സമ്മ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരത്തിന് തുല്യമായിരിക്കും. ആദ്യത്തെ നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുകയും രണ്ടാമത്തെ നമ്പറിൽ നിന്ന് 1 കൂട്ടുകയും ചെയ്തിട്ട് അത് കൂട്ടിയാലും ഒരേ ഉത്തരം തന്നെയായിരിക്കും. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമുക്ക് കൂട്ടേണ്ടത് 5 + 9 ആണെന്ന് കരുതുക. ഇവിടെ എന്ത് ചെയ്യുകയാണ്? 1 കുറയ്ക്കുകയാണ്. 4 ആക്കി മാറ്റുകയാണ്. ഇവിടെ 1 കൂട്ടി 10 ആക്കി മാറ്റുകയാണ്. 5 + 9 വരുന്നത് 14 ആണ്. 4 + 10 വരുന്നത് 14 ആണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് താഴെ ചെയ്യാനുണ്ട്. കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കുക. ഇവിടെ കാണുന്ന 4 ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. കിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണുക.